ഇവിടെ പണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു പയ്യൻ അവൻ ഒരു പണക്കാരനാണെന്ന് നുണ പറഞ്ഞ് നടക്കാണ്. സോ അത് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഫ്രണ്ട്സുകൾക്കെല്ലാം എപ്പോഴും കോസ്റ്റ്ലി ആയ തിങ്സ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. അത് മാത്രമല്ലാതെ ഡെയിലി ഒരു പുതിയ കാറിലാണ് സ്കൂളിലേക്ക് വരുന്നത്. വീടിന്റെ അടുത്ത് എത്തിയതും റെന്റ് കൊടുത്ത് പറഞ്ഞയച്ചു. ആക്ച്വലി ഇവൻ ഒരു മിഡിൽ ക്ലാസ് വീട്ടിലെ പയ്യനാണ്. ഇവന്റെ പാരന്റ്സ് ലോക്കൽ ഷോപ്പിലേക്ക് ചിപ്സ് ഉണ്ടാക്കി വിറ്റാണ് ഇവനെ പഠിപ്പിക്കുന്നത് തന്നെ. സോ ഇവൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാണെന്ന് അറിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാം വിട്ടുപോകുമോ എന്ന് പേടിച്ച് അവൻ ഒരു പണക്കാരനാണെന്ന് പറഞ്ഞ് കമ്പനി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഇവന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഇവന്റെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്ത് ഹെൽപ്പ് ചോദിച്ചു. എന്നാൽ ആ പെണ്ണ് അതിന് 2 ലക്ഷം ചിലവാകുമെന്ന് പറഞ്ഞു. കറക്റ്റായി അന്ന് തന്നെ ഇവന്റെ അച്ഛൻ പലിശക്ക് എടുത്ത പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിവൻ ഒരു സൈഡിൽ നിന്ന് കേട്ടിട്ട് പാരന്റ്സ് വേണോ ഫ്രണ്ട്സ് വേണോ എന്ന് കുറച്ചു നേരം ചിന്തിച്ചു. അവസാനം ഫ്രണ്ട്സ് ആണ് മുഖ്യം എന്ന് പറഞ്ഞ് ആ ക്യാഷ് എടുത്തിട്ട് പോയി അവന്റെ ഫ്രണ്ടിന് എടുത്തു കൊടുത്തു. ഒരു ബംഗ്ലാവ് തന്നെ റെന്റിനെടുത്തു. ഇതറിയാതെ ഇവന്റെ അച്ഛൻ ബാങ്കിലേക്ക് ഫോൺ വിളിച്ച് ക്യാഷ് കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റി ഒന്നും പേടിക്കാതെ ഇവനും ഇവന്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ആ ബംഗ്ലാവിലേക്ക് പോയി. അവിടെ പോയത് ഇതെല്ലാം അവന്റെ ആണെന്ന് വിചാരിച്ച ഫ്രണ്ട്സ് എല്ലാവരും ഇവനെ പുകഴ്ത്തി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നവർ ഉള്ളിൽ നിന്ന് അവരുടെ അടുത്തേക്ക് വന്നു. നോക്കുമ്പോൾ അത് ഇവന്റെ അച്ഛനും അമ്മയുമാണ്. അവരെ കണ്ടത് ഇവൻ ഷോക്കായി. അത് കഴിഞ്ഞ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണ് വെച്ച് കളിക്കാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ച അച്ഛൻ തടയാൻ നോക്കിയതും ഒരു സ്റ്റിക്ക് എടുത്ത് അയാളുടെ തലക്കടിച്ചു. ഇത് കണ്ടിട്ട് ആ പയ്യൻ ഒന്ന് അനങ്ങിയത് പോലുമില്ല.